വളരെ സന്തോഷം തോന്നും. മാഷ് ഇന്നൊരു സന്ദേശമായി മാറിയിരിക്കുന്നു. ആ സന്ദേശം എത്ര പെട്ടെന്നാണ് നരേന്ദ്രമോദിജി ഈ രാജ്യം മുഴുവൻ എത്തിച്ചത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളിലെ കരുക്കൾ നീക്കും, ചതുരനീക്കത്തിൻ്റെ കരുക്കൾ നീക്കി പടിപടിയായിട്ട് ലക്ഷ്യം കണ്ട് മുന്നോട്ട് വന്ന നേതാക്കന്മാരാകുന്നവർ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ്? അതിനൊരു കണക്ക് പുസ്തകമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ പ്രവർത്തകർക്കും ഒരു കണക്ക് പുസ്തകമുണ്ട്. അതിൽ നിന്നാണ് അങ്ങനെ ഈ സ്ഥാനങ്ങളിലേക്ക് ആൾക്കാർ വരുന്നത്. അത് ഒരു പ്രത്യേകതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ. ഈ നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങള് അങ്ങനെ തിരഞ്ഞെടുത്തതല്ലേ? ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു ഇതുപോലെ ഒരു മനുഷ്യനെ. ഇപ്പം നരേന്ദ്രമോദിജി എങ്ങനെ സദാനന്ദ മാഷിനെ തിരഞ്ഞെടുത്തോ അതേ രീതിയിൽ നരേന്ദ്രമോദിയെ ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ചേർന്ന് പിക്ക് ചെയ്യലായിരുന്നു, എടുക്കുകയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആശയങ്ങൾ അത് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആദർശത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മാഷ് നൽകുന്ന സന്ദേശം പ്രതിസന്ധികളിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ അക്കാഡമിക്കായിട്ട് ഔന്നത്യത്തിൽ നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് മാഷ് മാറിയിരിക്കുന്നത്. അതിനെയാണ് രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മാഷിൻ്റെ സംഭാവന അത് അടുത്ത തലമുറയ്ക്ക് എന്താണ് ആശയമെന്നും എന്താണ് ത്യാഗമെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് വളരേണ്ടതെന്നും എങ്ങനെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ടതെന്നും എങ്ങനെയാണ് പ്രസ്ഥാനത്തിന് മാതൃകയാകേണ്ടതെന്നും നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ മഹത്വം നമ്മൾ ആഘോഷിക്കുക, ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുക. ഇന്നത് അറിയാത്ത ആരെങ്കിലും ഭാരതത്തിലുണ്ടാവുമോ? നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശത്തിനോട് കൂടി സദാനന്ദ മാഷിനെ ഈ ഭാരതത്തിലെ സർവ്വജനങ്ങളും അറിഞ്ഞിരിക്കുന്നു. MP-മാർ മാത്രമല്ല, നേതാക്കന്മാർ മാത്രമല്ല, അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമല്ല, എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, നമ്മളെ നയിക്കുവാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം.